പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക്, 4ാമത്തെ ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടം ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ചെറുപ്പകാലം മുതൽ ക്രിസ്തീയ ഭവനങ്ങളിൽ നാം ഓരോരുത്തരും കേട്ടു വളരുന്ന വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നോഹയുടെ പെട്ടകം. നോഹയുടെ 600-ാം വയസ്സിലാണ് ഈ സംഭവത്തിന് നാന്ദി കുറിക്കുന്നത്. ദേശം വഷളത്വം കൊണ്ട് നിറഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ വേദനിച്ചു, ദുഃഖിച്ചു. അങ്ങനെ വഷളത്വം നിറഞ്ഞ ഭൂമിയോട് കൂടി ആ വഷളത്വം ചെയ്ത മനുഷ്യനെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരാളെ മാത്രമേ നീതിമാനായും നിഷ്കളങ്കനായും ദൈവം കണ്ടെത്തിയുള്ളൂ. അതാണ് നോഹ. ഇന്നത്തെ വാഗ്ദത്ത വചനം നാം വായിക്കുന്നു: നോഹയെയും നോഹയോട് കൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും ദൈവം ഓർത്തു. എന്താണ് അതിന് കാരണം? ഞാൻ ഓർപ്പിച്ചുവല്ലോ, ദൈവം വഷളത്വം നിറഞ്ഞ ജനതയെയും ആ ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ അതിന് യോഗ്യനായി കണ്ടുള്ളൂ. ആ ആളായ നോഹയോട് പറഞ്ഞു, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതതുപോലെ ചെയ്തു. നീ സകല ജീവജാല മൃഗജാതികളിൽ നിന്നും ആണും പെണ്ണുമായി 2 പേര് വീതം പെട്ടകത്തിൽ കയറ്റണം. അത് ചെയ്തു. നീ നിന്റെ ഭാര്യയെയും മക്കളെയും മരുമക്കളെയും പെട്ടകത്തിൽ ആക്കണം. അത് ചെയ്തു. പ്രസംഗിക്കണം. അത് ചെയ്തു. ഞാൻ മഴ പെയ്യിക്കും. മഴ എന്താന്ന് പോലും അറിയാത്ത ഒരു ജനത. ദൈവം പറഞ്ഞത് മഴ എങ്ങനെ ഇരിക്കുമെന്ന് പോലും ഒന്ന് തിരിച്ചു ചോദിക്കാതെ അതനുസരിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്ത നോഹയെ ദൈവം ഓർക്കാതെ ഇരിക്കുമോ? പ്രിയമുള്ളവരെ, ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ദയവായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായവും 7-ാം അധ്യായവും വായിക്കുക. ഇവയെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. 40 രാവും 40 പകലും ഒരു തുള്ളി വിടാതെ മഴ പെയ്തു. ശക്തമായ മഴ. നമ്മുടെ വിചാരത്തിൽ ദൈവം നമ്മളെ കൈവിട്ടു കഴിഞ്ഞു. പക്ഷേ നോഹയ്ക്ക് അതിൽ സംശയമില്ല. നമുക്കാണ് ഇന്ന് സംശയം. എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു മനുഷ്യായുസിൽ 30 വയസ്സോ 40 വയസ്സോ 50 വയസ്സോ 70 അവരവരുടെ പ്രായം കണക്കാക്കുക. ഈ കഴിഞ്ഞ പ്രായത്തിനകത്ത് ദൈവം ചെയ്ത നന്മകളും അനുഭവിച്ച കൃപകളുമൊക്കെ
ഏറ്റവും അവസാനം നമുക്ക് നേരിട്ട ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. ശരിയല്ലേ? അവരോടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം നടന്ന ഒരു കാര്യം, അത് നല്ലതാണ്, നമുക്ക് ഫേവറബിൾ ആണ് എങ്കിൽ, ഓ ദൈവം നല്ലവനാ, വലിയവനാ, പിന്നെ രണ്ട് കൈയും പൊക്കി സാക്ഷി പറയും. അല്ല, ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നടന്നെങ്കിൽ പിന്നെ നമ്മുടെ രൂപവും ഭാവവും മാറി. നമ്മുടെ വിശ്വാസം മുഴുവനും താഴ്ത്തിവെച്ചു. പ്രാർത്ഥന നിന്നു, ആരാധന നിന്നു, എല്ലാം അവസാനിച്ചു. പിന്നെ ഇത്രയും നാളും ദൈവത്തിൽ നിന്ന് അനുഭവിച്ചത് മുഴുവനും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇത്ര നന്ദിയില്ലാത്ത ഒരു ആത്മീയ വർഗം. വളരെ വ്യക്തമായി നമ്മൾ ഓർക്കണം, നോഹയ്ക്ക് ദൈവത്തെ ഒരു സംശയവുമില്ല. 40 80 ദിവസം മഴ പെയ്താലും, എത്ര മഴവെള്ളത്തിൽ പെട്ടകം പൊങ്ങിയാലും നോഹയെ അത് ഏൽക്കുന്നതേയില്ല. പ്രിയമുള്ളവരെ, അതാണ് വിശ്വാസം, അതാണ് അനുസരണം. അല്ല, നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ഒന്നുമല്ല. നമുക്ക് വല്ലതും കിട്ടുന്നതിലുള്ള വിശ്വാസവും സന്തോഷവും സ്തോത്രവും അനുഗ്രഹവും ഒക്കെ ഉള്ളൂ. കിട്ടുന്നതൊന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മീയവും അവിടെ നിൽക്കും. മറക്കരുത്, ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു മറുവശം കൂടെ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. നോഹ തന്റെ 3 കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവർ വിവാഹിതരാണ്. ഓർക്കുക, വീട്ടുകാര്യം മാറ്റിവെച്ച് ഗോഫർ മരം തപ്പിപ്പിടിച്ച് അതിനിടയിൽ വഷളത്വമേറിയ ജനത്തോട് പ്രസംഗിച്ച് ദൈവം പറഞ്ഞത് മുഴുവനും ചെയ്തു. ഉൽപ്പത്തി 6 അവസാന വാക്യമായ 22 വാക്യത്തിൽ പറയുന്നു, ദൈവം നോഹയോട് പറഞ്ഞതുപോലെ അവൻ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അതുപോലെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ പോരായ്മയിൽ, നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ക്ഷീണത്തിൽ, നമ്മുടെ ബുദ്ധിമുട്ടിൽ കർത്താവിന് വേണ്ടി നാം ചെയ്തത്, ആത്മാർത്ഥതയോടെ ഓടിയത്, നമ്മുടെ കിട്ടിയ വരുമാനത്തിന്റെ ഒരു ഭാഗം ദൈവവേലയ്ക്ക്, ദൈവമക്കൾക്ക് കൊടുത്തത്, ചിലവിട്ടത്, മുഴങ്കാലും അടക്കിയത്, ഉപവസിച്ചത്, കണ്ണുനീരൊഴുക്കിയത്, ദൈവമക്കളെ ദൈവം ഓർക്കും, മറക്കരുത്. ശരിയാ, ഇപ്പോൾ നോഹയും കുടുംബവും ജീവജാലങ്ങളും വെള്ളത്തിലാ കിടക്കുന്നത്. എന്താ ഇതിന്റെ അന്തമെന്ന് ഒന്നും അറിയത്തില്ല. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു, കയറാൻ പറഞ്ഞു, ദൈവം പെട്ടകം അടച്ചു. അവസാനത്തെക്കുറിച്ച് അബ്രഹാം നോഹയോടൊന്നും പറഞ്ഞില്ല. നമ്മുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കാം. നിങ്ങൾ ചില വിഷയത്തിൽ മനം നൊന്തും സങ്കടപ്പെട്ടു ഇരിക്കുകയായിരിക്കാം. അതിന്റെ അന്തം എന്താകുമെന്ന് ഒരെത്തും പിടിയുമില്ല. പ്രാർത്ഥിച്ച, കണ്ണുനീരൊഴുക്കിയ, വിശ്വസിച്ച, അനുസരിച്ച, ഉള്ളു നിറഞ്ഞ് സത്യസന്ധമായി തമ്പുരാനെ പിൻപറ്റിയ എന്റെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവജനമേ, ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളോട് വളരെ സ്നേഹബുദ്ധിയാ പറയട്ടെ, എന്നെയും നിങ്ങളെയും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയും ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്തതും ഓടിയതും ഭവനം വിട്ടുകൊടുത്തതും ഒന്നും ഒരിക്കലും വെറുതെ ആവുകയില്ല. ദൈവം അതെല്ലാം കണക്കിടുന്ന ദൈവമാണ്. തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെക്കുന്ന ദൈവമാണ്. ഇന്ന് വേദനയിലോ നിരാശയിലോ സങ്കടത്തിലോ ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നോ, നിങ്ങൾ ഭാരപ്പെടുത്തുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, തമ്പുരാനോട് പറ, നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ച് ആഴിയുടെ ഉറവുകൾ തുറക്കുകയും ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയും ചെയ്ത് മഴ പൊട്ടി പുറപ്പെട്ടുവെങ്കിൽ
തന്റെ മക്കളെ ഓർത്തപ്പോൾ, ഒരു കാറ്റടിച്ചപ്പോൾ ഇതാ മഴ നിലയ്ക്കുകയാണ്. ആഴിയുടെ ഉറവുകൾ നിലച്ചു. ആകാശത്തിന്റെ കിളിവാതുകൾ നിശ്ചലമായി. തന്റെ ജനത്തെ ഓർക്കുമ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന ശത്രുവിന്റെ സകല വാതിലുകളെയും തമ്പുരാൻ അടച്ചുകളയും. വിശ്വസിക്കണം, ഏറ്റെടുക്കണം. ഇന്നത്തെ ദിനം ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവം പറയുന്നത് അതുപോലെ ചോദ്യം ചെയ്യാതെ, ഞാൻ എപ്പോഴും പറയുന്ന ആവർത്തിച്ച് പറയട്ടെ, ഒരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിക്കുക. നിശ്ചയമായും ദൈവം നമ്മെ ഓർക്കും. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നോഹയെയും നോഹയോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളെയും ഓർത്ത് ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാ ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഏതവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഞങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെ സകല ഇരുമ്പോടാമ്പലുകളെ തച്ചുടച്ച് താമ്ര കതകുകളെ കണ്ണിച്ച് ഞങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ. വചനം കേൾക്കുക മാത്രമല്ല, അത് വിശ്വസിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ, അത് അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണമേ. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ, പ്രത്യാശയുടെ ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മുടെ ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ ഓർക്കുന്ന, കണക്കിടുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഒത്ത ഏപ്പയിൽ അളന്ന് നിശ്ചയമായും ഒന്നും കുറയ്ക്കാതെ തക്ക സമയത്ത് നമുക്ക് നൽകി തരും. ആ വലിയ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.